ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ പുതിയൊരു ചാപ്റ്റർ അല്ലെങ്കിൽ പുതിയൊരു ടോപ്പിക്കിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ നമ്മളിപ്പോൾ സാധാരണ നമുക്കറിയാം ബിസിനസ് നമ്മൾ നമ്മുടെ ചുറ്റും തന്നെ പല രൂപത്തിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു കടയോ എന്തെങ്കിലുമൊക്കെ തുടങ്ങുമെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയാം. അതായത് ഒരാൾ സ്വന്തമായിട്ട് കട നടത്തും. സപ്പോസ് ഇവിടെ നമുക്കൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ വലിയൊരു ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങാം. സോ അങ്ങനെ രണ്ടോ രണ്ടിലധികമോ ആളുകൾക്ക് ഒരു ബിസിനസ് തുടങ്ങുന്നതിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പാർട്ട്ണർഷിപ്പിലെ കാര്യങ്ങൾ നോക്കേണ്ടത്, എന്തൊക്കെയാണ് പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഈ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പുതിയ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്. പ്യുവർ വെൽ an important organization പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ആൾക്കാർ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ, കേൾക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല പാർട്ട്ണർഷിപ്പ്. ഇനി പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിൽ നമുക്ക് 4 ലെസൺസ് ഉള്ളു. ഫസ്റ്റ് വൺ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ TMA സെക്ഷനാണ്. പക്ഷെ ഇത് TMA ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് കാര്യം. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി വരുന്ന 3 യൂണിറ്റ്സും നമ്മുടെ എക്സാമിനേഷനുള്ളതാണ്. സോ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ 4 ചാപ്റ്ററും അല്ലെങ്കിൽ 4 യൂണിറ്റും നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, TMA ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, പക്ഷെ TMA സെക്ഷൻ അതായത് യൂണിറ്റ് 1 നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ബാക്കി 3 ചാപ്റ്ററുള്ള കാര്യങ്ങൾ നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻട്രൊഡക്ഷൻ, ഇതിൽ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീനിങ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർഷിപ്പിന്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ മീനിങ് എന്താണ്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഇറ്റ്സ് കണ്ടന്റ്. പാർട്ട്ണർഷിപ്പിന്റെ മീനിങ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ ഇറ്റ്സ് കണ്ടന്റ്, ഓരോന്നിനും കണ്ടന്റ് എന്താണെന്നുള്ളത്. പിന്നെ ഡിസ്ക്രൈബ് ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫിക് ഇഷ്യൂസ് റിലേറ്റഡ് ടു പാർട്ട്ണർഷിപ്പ്, അബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡേ. പിന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാണ് നമ്മളൊരു പാർട്ട്ണർഷിപ്പിൽ എടുക്കുന്നത്. അതുപോലെ സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട്. എങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ഫ്ലക്ച്വേറ്റിംഗ് ആൻഡ് ഫിക്സ്ഡ് ക്യാപിറ്റൽ. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്, ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അങ്ങനെ 2 അക്കൗണ്ട് 2 രൂപത്തിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിൽ ചെയ്യാറ്. സോ അതെന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡ്രോയിങ്സിന് മുകളിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് തുടങ്ങിയുള്ള കാര്യം. സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് പേർപ്പസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ല, അതിന്റെ കൂടെ വേറൊരു അക്കൗണ്ടിന്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. സോ ആ അക്കൗണ്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മേക്ക് ദ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ദ ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ്. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ മേക്ക് ദ അഡ്ജസ്റ്റ് ഫോർ എറേഴ്സ് മേഡ് ഇൻ ദി പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കറക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ്. സോ ഇത് നന്നായി മനസ്സിലാക്കിയാൽ തുടർന്നുള്ള 3 യൂണിറ്റ്സും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് പാർട്ട്ണർഷിപ്പ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഡീൽ. Partnership is a form of business organization where 2 or more persons are join hands from a business. രണ്ടോ രണ്ടിലധികമോ ആളുകൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, വേറെ എന്തെങ്കിലും പറ്റില്ല, ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈകോർക്കുന്നത് അല്ലെങ്കിൽ കൂടെ ഇന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോട് വരുന്നതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. They share profit losses according to the agreement. അവർക്കിടയിലുള്ള എഗ്രിമെന്റ് എന്താണ്, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രോഫിറ്റുകൾ എടുക്കുകയും ലോസും ബിയർ ചെയ്യും. ചിലപ്പോൾ ലോസ് ആണെങ്കിൽ ലോസ് എടുക്കേണ്ടി വരും.
പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്, ലോസ് എടുക്കാൻ മീൻസ് നമ്മൾ അത്രയും അത് സഹിക്കേണ്ടി വരും. പിന്നെ അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം എന്താ, പാർട്ണർഷിപ്പ് is a relation between the person who have agreed to share profit of a business carried by all any one of the acting for all. ഒന്നല്ലെങ്കിൽ എല്ലാവരും പാടെ ആ ബിസിനസ് നടത്തും. ചിലപ്പോൾ ചില ആളുകൾ ഒരാളോ രണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ ആരാണ് ഏൽപ്പിച്ച് അവർ മാത്രമേ ബിസിനസ് റൺ ചെയ്യുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ജസ്റ്റ് അതിൽ പാർട്ണർ ആയിട്ടുണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ ക്ലാസ് 12 നിങ്ങൾ എന്ത് ചെയ്യുന്നു, സ്കൂൾ വാണ്ട് സ്റ്റാർട്ട് എ ബിസിനസ്, ജോയിൻ ദിസ് ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനൊക്കെയാണ് എന്താ പറയുക, പാർട്ണർഷിപ്പ്. ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പിന്റെ പ്രത്യേകത ഫസ്റ്റ് പറയുന്നത് എഗ്രിമെന്റ്. എടാ ആദ്യം ഒരു എഗ്രിമെന്റ് കാണും ഈ പാർട്ണർഷിപ്പിന്റെ ഇടയിൽ. ചില ആളുകൾ എഗ്രിമെന്റ് ഇൻ റിട്ടേൺ ആയിട്ടുണ്ടാവും, നമ്മളൊരു മുദ്ര പേപ്പർ എഴുതി. ചില ആളുകൾ അങ്ങനെയൊന്നും ചെയ്യില്ല. സോ എഗ്രിമെന്റ് എന്ന് പറയുന്നത് എത്രയാണ് എന്താ പറയാ, എത്രയാണ് ഓരോരുത്തരും പ്രോഫിറ്റ് ബിയർ ചെയ്യേണ്ടത്, ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാന്നുള്ളത് തുടങ്ങിയ പറ്റി ഒരു ക്ലിയർ ഐഡിയ ആണ്, മനസ്സിലായോ? എന്നാലേ നമുക്ക് അതിനാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. എത്ര ഷെയർ പ്രോഫിറ്റ് ഷെയർ എങ്ങനെയാണ്, എത്ര രൂപ ക്യാപിറ്റൽ കൊണ്ടുവരും കാര്യങ്ങൾ. ഇതിന് ഈ എഗ്രിമെന്റിന്റെ മറ്റൊരു പേരാണ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞാൽ എന്താ, പാർട്ണർഷിപ്പ് എഗ്രിമെന്റിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ നമ്പർ ഓഫ് പേഴ്സൺ ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ ടു ഫോം എ പാർട്ണർഷിപ്പ്. മിനിമം എത്ര ആൾ വേണം? ഒരാൾക്ക് സ്വന്തമായിട്ട് പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്. മിനിമം എത്രയെങ്കിലും വേണം? 2 ആളെങ്കിലും വേണം. ഇതിനാണ് പാർട്ണർഷിപ്പ്. ഇത് മാക്സിമം ഇതിന് ലിമിറ്റ് ഉണ്ട്. പാർട്ണർഷിപ്പ് എത്ര ആളെ പറ്റുള്ളൂ? 50 ആളെ പറ്റും. ഓക്കെ, അത് കമ്പനീസ് ആക്ടിൽ അങ്ങനെ ഒരു ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബിസിനസ്, പാർട്ണർഷിപ്പ് ഫോംഡ് ക്യാരി ഓൺ ബിസിനസ്. ഇവിടെ ഈ പറയുന്ന പാർട്ണർഷിപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മൾ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫോർ ഏർണിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ്. ദ ബിസിനസ് ഷുഡ് ബി ലോഫുൾ, നിയമപ്രകാരമായിരിക്കണം ബിസിനസ്. പിന്നെ അൺലോഫുൾ ആക്ടിവിറ്റീസ് ഒന്നും കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അൺലോഫുൾ എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ട് ഒന്നും കണ്ടു. പിന്നെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണോ അവർ എഗ്രി ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് റേഷ്യോ പ്രകാരമാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത്, അതിനനുസരിച്ച് പ്രോഫിറ്റ് ഷെയർ ചെയ്യാം. പിന്നെ മ്യൂച്വൽ ഏജൻസി, അതായത് എവറി പാർട്ണർ ഈസ് ഏജന്റ് ഓഫ് ദി അതർ. അതായത് ഒരാളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള ആളുകളോട് അതിന്റെ റെസ്പോൺസിബിൾ ആയിരിക്കും. ഓക്കെ. പിന്നെ ലയബിലിറ്റി പറയുന്ന അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അഥവാ ലോസ് വന്നു കഴിഞ്ഞാൽ ആ ലോസ് എല്ലാവരും കൂടെ സഹിക്കേണ്ടി വരും. എങ്ങനെയാണോ വീട് വിട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ ലോസ് വന്നത് തിരിച്ച് കടം കൊടുക്കാനുള്ളവർക്കൊക്കെ തിരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ്. അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റി. കമ്പനി പോലെ നമ്മൾ അടുത്ത കമ്പനി പഠിക്കും, കമ്പനിയിലൊക്കെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. നോക്കി എക്സ്പ്ലെയിൻ. പിന്നെ മാനേജ്മെന്റ്, ദ പാർട്ണേഴ്സ് ഹാവ് റൈറ്റ് ടു മാനേജ് ദ ബിസിനസ്. എല്ലാ മാനേജേഴ്സിനും എന്തുണ്ട്, ഇത് കൊണ്ടുനടത്താനുള്ള ഒരു റൈറ്റ് ഉണ്ട്. മേ ഓതറൈസ് വൺ ഓർ പേഴ്സൺ ടു മാനേജ് ദ അഫയേഴ്സ് ഓഫ് ബിസിനസ് കൊണ്ടുവരാം. അല്ലെങ്കിൽ വേറൊരാളെ എന്ത് ചെയ്യാൻ നമുക്ക് അതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യും, ഇത് കൊണ്ടുനടക്കണം. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്, നോ പാർട്ണർ ക്യാൻ ട്രാൻസ്ഫർ ഹിസ് ഓർ ഷെയർസ് ടു ഇൻക്ലൂഡിംഗ് ഹെർ ഫാമിലി മെമ്പേഴ്സ് വിത്തൗട്ട് കൺസെന്റ്. നമുക്കടാ മറ്റുള്ളവരുടെ അനുവാദം കൂടാതെ എന്റെയോ അല്ലെങ്കിൽ എന്റെ എന്താ പറയാ, ഒന്നല്ലെങ്കിൽ എന്റെ ഷെയർസ് മറ്റുള്ള കൺസെന്റ് കൂടാതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇമ്പോർട്ടൻറ്റ് ടേംസ്, കുറച്ച് ടേംസ് ആണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ നമ്മൾ പോകുമ്പോൾ കാണാൻ പോകുന്ന ടേംസ്. പാർട്ണർ ആണോന്നില്ല, ആരൊക്കെയാണ് അതിന്റെ ഓണേഴ്സ്, അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നിട്ടാണ് ബിസിനസ് തുടങ്ങിയത്, അവരെയാണ് നമ്മൾ എന്ത് പാർട്ട്നേഴ്സ് വിളിക്കുന്നത്. അതൊക്കെ നമുക്ക് അറിയുന്നതാ. ഫേം എന്ന് പറയുന്നതോ ആ പാർട്ട്നേഴ്സ് ഹു ക്യാരി ഓൺ ബിസിനസ് കളക്റ്റീവ്ലി. ആ ഫേം എന്ന് പറയുന്നത് എന്താ, ആ പാർട്ട്നേഴ്സിനും അവര് ചെയ്യുന്ന ബിസിനസ്സിനും എല്ലാത്തിനെയും അവിടെ നമ്മൾ കളക്റ്റീവായിട്ട് വിളിക്കുന്ന പേരാണ് ഫേം. ഓക്കെ. പിന്നെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്, അതിന്റെ നിയമത്തെ അനുസരിച്ചിട്ടാണ് നമ്മൾ പാർട്ണർഷിപ്പിന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് പാർട്ണർഷിപ്പ് ഡീഡ്? ഓക്കെ. പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് കുറെ വ്യവസ്ഥകളുണ്ടാവും, ഇവരെല്ലാം പരസ്പരം അങ്ങോട്ടും. അപ്പൊ അവർ തമ്മിലുള്ള എഗ്രിമെന്റ് അതിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ്. പിന്നെ കൺസെന്റ് ഓഫ്
പാർട്ണർഷിപ്പ് ഡീൽ. പാർട്ണർഷിപ്പ് ജനറലി കണ്ടെയ്ൻ ദ ഫോളോയിങ്. ഒന്നെന്ന് പറയുന്നത് നെയിം, അഡ്രസ് ഓഫ് ദ പാർട്ണർഷിപ്പ്. എന്തൊക്കെയാണ് പാർട്ണർഷിപ്പ് ഡീലിൽ ഉണ്ടാവുക? നെയിമും അഡ്രസ്സും, നേച്ചർ, ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്, എന്ത് ബിസിനസ്സാണ്, ഏത് തരം ബിസിനസ്സാണ് ഇവർ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെന്താ, നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഈച്ച് പാർട്ണർ. ഓരോ അഡ്രസ്സിൽ ആരൊക്കെയാണ് പാർട്ണേഴ്സ് ഉള്ളത്, അതിന്റെ ഓരോരുത്തരുടെയും അഡ്രസ്. റേഷ്യോ ഇൻ വിച്ച് പ്രോഫിറ്റ് ഈസ് ടു ബി ഷെയർഡ്. ഏത് റേഷ്യോയിലാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ഈച്ച് പാർട്ണർ. ഓരോ പാർട്ണേഴ്സും എത്ര രൂപയാണ് ക്യാപിറ്റലിൽ കൊണ്ടുവരുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് അലൗഡ്. ക്യാപിറ്റലിന് മുകളിൽ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയാണ്. സാലറി ഓർ അതർ എനി റെമ്യൂണറേഷൻ പാർട്ണേഴ്സിന് സാലറി അല്ലെങ്കിൽ ഏതെങ്കിലും റെമ്യൂണറേഷൻ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ലോൺസ് അഡ്വാൻസ് ബൈ ഫേം. ഓക്കെ. അതുപോലെ തന്നെ ലോൺസ് കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ അഡ്വാൻസ്, ചിലപ്പോൾ ഈ പാർട്ണേഴ്സിൻ്റെയൊക്കെ തന്നെ പല ആളുകളും ഇപ്പോൾ പുറത്തുനിന്ന് ലോൺ എടുക്കുന്നതിന് പകരം പാർട്ണറിൻ്റെയൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ ലോൺ എടുക്കും. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു എന്ത് വേണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. സോ അതെത്രയാണ്. ഡ്രോയിങ് ഓഫ് പാർട്ണേഴ്സ് ആൻഡ് ഇൻട്രസ്റ്റ് സീറോ. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ അഥവാ പാർട്ണേഴ്സ് കുറച്ച് പൈസ പിൻവലിക്കുകയാണെങ്കിൽ അതിന്റെ മുകളിൽ എത്രയാണ് ഇൻട്രസ്റ്റ് ചാർജ് എന്ന് തുടങ്ങി. മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഗുഡ് വിൽ ആൻഡ് റിവാലുവേഷൻ അസറ്റ്. ഓക്കെ, എങ്ങനെയാണ് റിവാലുവേഷനും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്ട്രിബ്യൂട്ട്, എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നാൽ എങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ്, ടൈംലി റിട്ടയർമെന്റ് ഓഫ് ഓർ ഡെത്ത് ഓഫ് വർക്ക്, എങ്ങനെയാണ് അക്കൗണ്ട്സ് റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. സർക്കംസ്റ്റാൻസ് ഇൻ വിച്ച് ദ ഫേം ക്യാൻ ബി ഡിസോൾവ്, ഏത് സർക്കംസ്റ്റാൻസിലാണ് ഫേമിന് ഡിസോൾവ് ചെയ്യാൻ പറ്റുക. സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം, ഈ ഫേം ഡിസൊല്യൂഷൻ ചെയ്യുമ്പോൾ അതിന്റെ സെറ്റിൽമെന്റ് എങ്ങനെയാണ്, തുടങ്ങിയുള്ള കാര്യം. ഇൻ ദ അബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ്. ഇനി അപ്പൊ ഇതൊക്കെയാണ് പാർട്ണർഷിപ്പ് ഡീഡിൽ ഉണ്ടാവും. ഈ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിലോ, ഇപ്പൊ എല്ലാവരും ഇവിടെ പാർട്ണർഷിപ്പിൽ ഇങ്ങനെ ആദ്യം ഡീഡും എഗ്രിമെന്റ് ഒക്കെ ഉണ്ടായിട്ടാണ് പാർട്ണർഷിപ്പ് തുടങ്ങുന്നത്. ഒരിക്കലല്ല. പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തുണ്ടാവുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവുക. പാർട്ണർഷിപ്പ് ഇൻ റിഗാർഡ് ടു റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഒബ്ലിഗേഷൻ ഓഫ് പാർട്ണർ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഓരോരുത്തർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ കടമകൾ, അത് തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ട്. അബ്സെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീൽ ദർ മേ ബി എറൈസ് എ കോൺട്രറി ടു സർട്ടൻ, പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും, ചാൻസസ് ഉണ്ടാവും. ഷെയറിംഗ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഏതൊരു പെർസെൻറ്റേജിലാണ് എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്, അതുപോലെ തന്നെ ലോണ്, സാലറി കാര്യങ്ങളൊക്കെ. പിന്നെ സം ഇഷ്യൂസ് ആർ ദർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂസ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ക്യാപിറ്റലിന്റെ മുകളിലുള്ള ഇൻട്രസ്റ്റ് എത്രയാണുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് മുകളിൽ എത്ര എടുക്കും. ഇൻട്രസ്റ്റ് ഓൺ പാർട്ണേഴ്സ് ലോൺ, അതുപോലെ തന്നെ പാർട്ണേഴ്സ് ലോണിൽ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. സാലറി ആൻഡ് കമ്മീഷൻ ടു ദ പാർട്ണർ, എങ്ങനെയാണ് സാലറി ആൻഡ് കമ്മീഷൻ ടു പാർട്ണർ, എങ്ങനെയാണ് സാലറി കൊടുക്കുന്നത്, അതുപോലെ കമ്മീഷൻ ടു പാർട്ണർ, കമ്മീഷൻ എങ്ങനെ കൊടുക്കും, തുടങ്ങിയുള്ള കാര്യങ്ങൾ. പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് മീനിങ് ഓഫ് പ്രിപ്പറേഷൻ. ഈ നോക്കിക്കോ, പലതരം ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ട്. ഓക്കെ, പാർട്ണർഷിപ്പ് നിങ്ങൾ ഒരിക്കലും പറഞ്ഞു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പോയല്ല പാർട്ണർഷിപ്പ്, അത് കുറച്ച് വ്യത്യസ്തകളാണ്. Partnership, partner their capital in the business. There are record their respective amounts of the capital. Suppose there are two partners. Suppose രണ്ട് പാർട്ണേഴ്സ് ഉണ്ടെങ്കിൽ എയും ബിയും. There will A capital account, രണ്ടാളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. കാരണം അത് കീപ്പ് ചെയ്ത് നിർബന്ധമാണ്, ഈ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പല ആൾക്കാർ പല ഇതിലാണ് ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഫിക്സഡ് ക്യാപിറ്റൽ. In fixed capital account, the closing balance of the capital is the same as the opening balance of the balance with except the additional capital increase. There is permanent withdrawal during the current year. The fixed capital നമ്മൾ ഫസ്റ്റ് രണ്ട് തരം ക്യാപിറ്റൽ ഉണ്ട്. ഒന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ ആണ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താ, ഇതിന്റെ ഫിക്സഡ് ക്യാപിറ്റൽ ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഇസ് സെയിം ആസ് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ദി then additional capital or permanent withdrawal during current year. The item relating capital such as interest on. So നമുക്ക് ഒരു ഇല്ലസ്ട്രേഷൻ കൂടെ നോക്കാം.
ഇതാണ് ഇപ്പോൾ പെർമനന്റ് ഒരു ഇതെന്ന് പറയുന്നത്. പെർമനന്റ് ക്യാപിറ്റൽ വരുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ബാലൻസ് ഡ്രോഡൗൺ. ഫസ്റ്റ് ഒരു മെത്തേഡാണത് പെർമനന്റ് അല്ലെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതാണ് അതിന്റെ രൂപം. ഫസ്റ്റ് ഇപ്പോൾ ബാലൻസ്, ഇപ്പൊ ഞാനൊരു പാർട്ട്ണറാന്ന് വിചാരിച്ചു, നേരത്തെ എയും ബിയും തന്നെ. എന്റെ ക്യാപിറ്റൽ തുടങ്ങിയപ്പോൾ 10,000 രൂപയാണ്. അപ്പൊ ആ 10,000 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് അഡീഷണൽ ക്യാപിറ്റൽ ചിലപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ നിർബന്ധമായിട്ട്, അപ്പൊ അങ്ങനെ 1000 രൂപ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ 1000, ഇപ്പോൾ 11,000 എന്റെ ക്യാപിറ്റൽ. പിന്നെ അതുപോലെ തന്നെ വിഡ്രോവൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പെർമനന്റ് വിഡ്രോവൽ, ഒരു താൽക്കാലിക ഡ്രോയിങ്സ് അല്ല, എല്ലാവരും പെർമനന്റ്ലി എന്ത് ചെയ്യുകയാണ്, നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓക്കെ. പെർമനന്റ് വിഡ്രോവൽ എന്ന് പറയുമ്പോൾ എത്ര വരും, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത്. അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പാർട്ണർഷിപ്പ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പെർമനന്റ് കംപ്ലീറ്റ് ഫിക്സ് ആയിട്ടുള്ളത് ക്യാപിറ്റലുമായിട്ട് മാത്രം. ക്യാപിറ്റൽ പല രൂപത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങി വിചാരിച്ചു, ഞാനൊരു 50,000 രൂപയാണ് ക്യാപിറ്റലായിട്ട് ഇട്ടത്. പിന്നെ നമുക്ക് മനസ്സിലായി ഈ 50,000 രൂപയോട് കമ്പനി പൂർത്തിയാവില്ല, കുറച്ചുകൂടെ ക്യാപിറ്റൽ, അപ്പോൾ ഒരു 10,000 രൂപ കിട്ടും. പിന്നെ 60,000 രൂപയാണ് എന്ത് ക്യാപിറ്റൽ. ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 1,000 രൂപ 2,000 രൂപ ഉണ്ടാവും. അതൊന്നും പെർമനന്റ് അല്ല, അത് ഞാൻ തിരിച്ചു വെക്കുകയും ചെയ്യില്ല ബിസിനസ്സിൽ. അത് പെർമനന്റ് റിസ്കിലല്ല. പിന്നെ നമുക്ക് മനസ്സിലായി നമുക്കിപ്പോൾ 60,000 ആണ് ഇപ്പോൾ എല്ലാവരും ക്യാപിറ്റൽ. പിന്നെ നമ്മൾ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ വരും. ഇപ്പോൾ കമ്പനിക്ക് അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളും. സോ നമുക്ക് ക്യാപിറ്റൽ കുറച്ച് എമൗണ്ട് തിരിച്ചെടുക്കാം. അതായത് ഇപ്പം എത്ര ഉണ്ടായിരുന്നു, 60,000 ഉണ്ടല്ലോ ഇപ്പോൾ ക്യാപിറ്റൽ, നമുക്കൊരു 16 രൂപ തിരിച്ചെടുക്കാം. അങ്ങനെ ആ 16 എല്ലാവരും അനുസരിച്ച് പെർമനന്റ് ആയിട്ട് നമ്മുടെ ക്യാപിറ്റൽ പിന്നെ എത്ര ആക്കി മാറ്റി, 50,000. അങ്ങനെ ആ പെർമനന്റ് വിഡ്രോൾസ് അല്ലെങ്കിൽ പെർമനന്റ് അഡീഷൻ അത് മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ, ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാവും. ഉണ്ടോ? അപ്പൊ ഫസ്റ്റ് ബാലൻസ് പോകുന്നു. ഇപ്പൊ ഇന്ത്യ ഇപ്പൊ ഈ പറഞ്ഞ കേസിലാണെങ്കിൽ എങ്ങനെ വരിക, ഇവിടെ എത്ര വരും, 50,000 വരും. ഓക്കെ. പിന്നെ ഒരു 10,000 ഇൻട്രൊഡ്യൂസ് ചെയ്തു, അങ്ങനെ 10,000. പിന്നെ ഈ വീണ്ടും 10,000 നമ്മൾ വിഡ്രോ ചെയ്തു, അത് നമ്മളെ ഡെബിറ്റ് സൈഡിൽ വരും. എന്നിട്ട് ബാലൻസിങ് എമൗണ്ട് എത്ര വരും, 50,000. ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഇങ്ങനെ ക്യാപിറ്റലിന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. ഇനി പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയും ബാക്കി പാർട്ട്ണർ ചെയ്യുന്ന എന്ത് പ്രവർത്തനങ്ങളും, ചിലപ്പോൾ പൈസ ചിലപ്പോൾ ലോണായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും അഡീഷണൽ. അപ്പോൾ ഫിക്സഡ് ഇപ്പോൾ ക്യാപിറ്റൽ എത്ര, 50,000. ഈ 50,000 പുറമെ ചിലപ്പോൾ പാർട്ട്നേഴ്സിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ബിസിനസ്സിന് എടുക്കും, കാരണം ഓരോ ബിസിനസ് അല്ലേ, ഒരിക്കൽ എടുക്കാമല്ലോ, അങ്ങനെ എടുക്കും. ചിലപ്പോൾ തിരിച്ച് കൊടുത്ത് കുറേ പൈസ, ചിലപ്പോൾ വലിയൊരു പ്രൊജക്റ്റ് ഇനി വന്നു കഴിഞ്ഞാൽ കമ്പനിയിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആരെങ്കിലും ലോണായിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്ന, അതായത് ക്യാപിറ്റലിനെ അത് അഫക്റ്റ് ചെയ്യില്ല, അല്ലാതെ ക്യാപിറ്റൽ അല്ലാതെ കുറേ പൈസ പാർട്ട്നേഴ്സ് കൊണ്ടുപോകും. അതിൻ്റെയൊക്കെ ട്രാൻസാക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അല്ല പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. എന്താണ് പാർട്ട്നേഴ്സ്? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിന്റെ ഒരു ഇതാണ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാള് ഇപ്പോൾ സപ്പോസ് 4 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഒരാൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അതിൽ വർക്ക് ചെയ്യും. സോ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, സാലറി ഫിക്സ് ചെയ്യും. എന്നുവെച്ചാൽ അയാൾക്ക് സാലറി കൊടുക്കണം, കാരണം ഒരാളെ വർക്ക് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവരും വർക്ക് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അയാളുടെ കാര്യങ്ങളൊക്കെ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ, എന്ന് വെച്ചാൽ അയാൾക്ക് സാലറി കൊടുക്കും. അപ്പൊ ഇവിടെ നോക്കടാ, കറണ്ട് അക്കൗണ്ടിലും ഇവിടെ ബാലൻസ് ഡ്രോഡൗൺ ഉണ്ടാവും. പിന്നെ സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ സാലറി കൂടും. സോ അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം. കാരണം സാലറി എന്ന് പറയുന്നത് അയാളെ സംബന്ധിച്ച് ബിസിനസിനെ സംബന്ധിച്ചോളം ക്യാപിറ്റൽ കൂടുന്ന പോലെയാണ്. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ഡ്രോയിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കണം. ഇതും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ ഉണ്ട്. അത് ക്രെഡിറ്റ് ബാലൻസ് കൂടുന്തോറും ക്യാപിറ്റൽ കൂടും, ഡെബിറ്റ് ബാലൻസ് കൂടുന്തോറും ക്യാപിറ്റൽ കുറയും. അപ്പൊ സാലറി കിട്ടാന്നാണ്, 13 സാലറി കിട്ടാറുണ്ട്, ക്രെഡിറ്റ് സൈഡ് കൂടും, ക്യാപിറ്റൽ കൂടും. പിന്നെ ഡ്രോയിങ്സ് പറഞ്ഞാലോ, ഡ്രോയിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കുറയും ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഓക്കെ, അത് അപ്രോപ്രിയേറ്റ് ചെയ്യേണ്ടി വരും, കാര്യങ്ങളൊക്കെ.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റ്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുകയാണെങ്കിൽ ഒരുപാട് ബെറ്റർ. ഇനിയാണ് വേറൊരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആക്ച്വലി രണ്ട് തരം അക്കൗണ്ട്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞതും പിന്നെ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞു. രണ്ട് അക്കൗണ്ട് എവിടെ നമ്മൾ ഈ മെത്തേഡിൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഒന്നിൽ നമ്മളൊരു ഫിക്സഡ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യും, ബാക്കിയുള്ള താൽക്കാലിക ട്രാൻസാക്ഷൻസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് നോക്കും. ഓക്കെ. ഇനി ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒന്നുമില്ല, ഇത് രണ്ടും പാടെ ഒരുമിച്ച് ഒരു അക്കൗണ്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തൊരു ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് എന്ന് പറയും. ഉണ്ടോ ബാലൻസ് ബ്രോഡ് ഡൗൺ, ഇതിൽ തന്നെ നമ്മൾ ക്യാപിറ്റൽ അഡീഷണൽ ഇൻട്രസ്റ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടപ്പോൾ എല്ലാ അക്കൗണ്ടും നേരത്തെ ചെയ്ത രണ്ട് ഡിഫറെന്റ് അക്കൗണ്ടിലല്ലേ ഇത് ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ ഉണ്ടോ ഇൻട്രസ്റ്റ് ക്യാപിറ്റൽ ഇങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവും? ഡ്രോയിങ്സും എല്ലാം ഇതിൽ തന്നെ നമ്മൾ ചെയ്യും. ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ നമുക്കറിയാം എന്ത് ഇതെന്ന് പറയുന്ന അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എക്സാം വൈസ്, പക്ഷെ എങ്കിലും ഇത് പറയാതെ നമുക്ക് മുന്നിലുള്ള പോകാൻ കഴിയില്ല. പക്ഷെ റോഹൻ ആൻഡ് മോണിക ആർ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. ഫോളോ ഇൻഫർമേഷൻ പ്രൊവൈഡ് ആൻഡ് 31 മാർച്ച്. താഴെ പറയുന്ന കാര്യങ്ങൾ തന്നിട്ടുണ്ട്. To pay the capital account of each partnership capital fixed and fluctuating method രണ്ടിലും ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഫിക്സഡ് ചെയ്യാം. ഫിക്സഡിൽ ഫസ്റ്റ് ഒരു ക്യാപിറ്റൽ ഉണ്ടാവും. ഇപ്പൊ നോക്കിക്കോ ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്. ഇവിടെയും നോക്കാം ഇവർ കലണ്ടർ ഇയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇവരുടെ തുടക്കത്തിലുള്ള ആ വർഷത്തിന്റെ തുടക്കത്തിൽ ക്യാപിറ്റൽ ഒരാൾ 40,000 ഒരു 30,000. പിന്നെ നോക്കണ ഡ്രോയിങ്സ് രാഹന ഒരു 3,000 വലിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു 2,000 വലിച്ചു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2,000 1,500 ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300 ഇതൊക്കെ തന്നത്. ഷെയർ ഓഫ് പ്രോഫിറ്റ് 5,000 4,000 എടുത്തിട്ടുണ്ട്, പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടാവും. സോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ. ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ രണ്ട് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ഫസ്റ്റ് വണ്ണാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് വരക്കുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണ്? പെർമനന്റ് ആയിട്ട് ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് വിഡ്രോ ചെയ്യുക, അത് മാത്രം. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു കേസ് എന്തെങ്കിലും ഉണ്ട് പെർമനന്റ് ആയിട്ട്, അതായത് ക്യാപിറ്റൽ തന്നെ നമ്മൾ കാര്യമായിട്ട് ക്യാപിറ്റൽ അങ്ങനെ പെട്ടെന്നൊന്നും ചേഞ്ച് ചെയ്യും. ഈ ഇടക്കിടക്ക് 100-200 എടുക്കുമ്പോൾ അതൊന്നും ക്യാപിറ്റലിനെ ആക്ച്വലി ബാധിക്കില്ല. മനസ്സിലായോ? അത് ബാധിക്കാൻ പറ്റില്ല. കാരണം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എപ്പോഴും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ കമ്പനിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനേ പറ്റും. അപ്പൊ നോക്കട്ടെ ഇങ്ങനെ അപ്പൊ പെർമനന്റ് അപ്പൊ ഒരു വട്ടം ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ ഫിക്സഡ് ആയിരിക്കും. സോ അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നിട്ടുണ്ട്. ഡിസംബറിന് നോക്കിയേ ജനുവരി 1 നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഇത് എഴുതി ക്യാപിറ്റൽ 40,000 30,000. ഈ വർഷത്തിലും കാര്യമായിട്ട് പെർമനന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സോ ബാലൻസും ആ വർഷം 31 ഡിസംബറിന് അവസാനിക്കുമ്പോഴും ക്യാപിറ്റൽ എത്ര ഉണ്ട്? അത്രയും തന്നെ ഉണ്ട്. ഇനി കറണ്ട് അക്കൗണ്ട്. എന്താ കറണ്ട് അക്കൗണ്ട്? കറണ്ട് അക്കൗണ്ടിലാണ് ബാക്കിയുള്ള ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഇത് ഏത് മെത്തേഡ് ആയതുകൊണ്ട്? നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആയതുകൊണ്ട്. ഓക്കെ. സോ കറണ്ട് അക്കൗണ്ടിലെ ബാക്കിയുള്ള ചേഞ്ചസ് ഇവിടെ നോക്കിക്കോ. ഇവിടെ ക്യാപിറ്റൽ ഇതിലൊന്നുമില്ല. ഫസ്റ്റ് നമ്മൾ ഇനി ഓരോന്നും എടുക്കുക. അപ്പൊ ഇത് നമ്മൾ ജസ്റ്റ് ഒന്നും ക്യാപിറ്റൽ അഡീഷണൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ട് അത് അങ്ങനെ തന്നെ ക്യാപിറ്റൽ. ബാക്കി വരുന്ന ഇൻട്രസ്റ്റും കാര്യങ്ങളിലായി അത് നമ്മൾ എന്തിലാണ് ചെയ്യുക? അപ്പൊ ഇത് മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തുള്ളൂ. ക്യാപിറ്റൽ ഓൺ 1 ഡിസംബർ ജസ്റ്റ് അത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടായി. ഒരു പെർമനന്റ് വിഡ്രോവലും ഒരു പെർമനന്റ് അഡീഷണൽ ക്യാപിറ്റലും ഒന്നും വന്നിട്ടില്ല. സോ അതന്നെ ആയിരിക്കും 31 മാർച്ച്. അത് ആ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി കറണ്ട് അക്കൗണ്ടിലാണ് ബാക്കിയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ. ഡ്രോയിങ്സ് എത്ര വന്നു? ഞാൻ ഇവിടെ കളർ ഒന്ന് മാറും. അപ്പൊ ഇനിയുള്ളതൊക്കെ നമ്മൾ എവിടെ വരുന്നത്? നമ്മുടെ കറണ്ട് അക്കൗണ്ടിൽ. ഫസ്റ്റ് ഡ്രോയിങ്സ് ഒരു 3,000 2,000, റോഹന് 3,000 മോണിക്ക 2,000. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിൽ അല്ലെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് എടുക്കുന്ന ഫണ്ടാണ് ഡ്രോയിങ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ക്യാപിറ്റലിന്റെ ഒരു സൈഡ് നോക്കുമ്പോൾ അത് കൂടുകയാണോ കുറയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ ഇത് സെപ്പറേറ്റ് അക്കൗണ്ട് ഇല്ല. അപ്പൊ കുറയാണ്. ക്യാപിറ്റൽ കുറഞ്ഞ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കണ്ടോ? അപ്പൊ ഡ്രോയിങ്സ് 3,000 2,000. അപ്പൊ അത് കഴിഞ്ഞ്
അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2000 1500. അതായത് ഇൻട്രസ്റ്റ് കിട്ടാണ് ആർക്ക്? പാർട്ട്നേഴ്സ്. അപ്പൊ നമ്മുടെ ക്യാപിറ്റലിന് മുകളിൽ പാർട്ട്നേഴ്സിന് വീണ്ടും ഇൻട്രസ്റ്റ് കമ്പനി കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? അവരുടെ കൂടെയല്ലേ, അവർക്കൊരു ഇൻകം കിട്ടല്ലേ, അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ലയബിലിറ്റി കൂടുകയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ കൂടുക. അങ്ങനെ വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യേണ്ടി വരും. ക്യാപിറ്റൽ കൂടുക എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണ്ടേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2000 ആയിരം. മനസ്സിലായോ? ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എന്താ? അവരെടുത്ത പൈസ തിരിച്ചെടുത്തില്ലേ, അതിന്റെ എമൗണ്ടിൽ ഇൻട്രസ്റ്റ് കൊടുക്കും. അത് ക്യാപിറ്റൽ കുറക്കുന്ന പണിയാണോ കൂട്ടുന്ന പണിയാണോ? ക്യാപിറ്റൽ കുറക്കുന്ന പണിയല്ലടാ. ഡ്രോയിങ്സേ കുറക്കുന്നത്, പിന്നെ ഡ്രോയിങ്സിന് മുകളിൽ വീണ്ടും ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത്, അതായത് ഓണേഴ്സ് കൊടുക്കേണ്ടത്. അപ്പോൾ വീണ്ടും ക്യാപിറ്റൽ കുറയാണ് ചെയ്യുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ അതും കഴിഞ്ഞു. ഷെയർ പ്രോഫിറ്റ്. ഷെയർ പ്രോഫിറ്റ് 5000 4000. ഷെയർ പ്രോഫിറ്റ് പെരുത്തി കിട്ടിക്കഴിഞ്ഞാൽ ക്യാപിറ്റൽ എന്ത് ചെയ്യുക? കൂടുതൽ ചെയ്യണം. നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ ചെയ്തായിരുന്നു. ഷെയർ പ്രോഫിറ്റ് ഏതിൻ്റെ കൂടെ ആഡ് ചെയ്യും? ക്യാപിറ്റലിനോട് കൂടെ ഓട്ടോമാറ്റിക് ക്യാപിറ്റൽ കൂടും. സോ അത് നമ്മൾ എന്ത് ചെയ്യും? ഷെയർ പ്രോഫിറ്റ് പ്രൊവിഷനെ കൊണ്ട് 5000 4000. ബാക്കിയുള്ളത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡും ആഡ് ചെയ്യും, ഡെബിറ്റ് സൈഡും ആഡ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ഉണ്ടോ? ഇവിടെ ബാലൻസ് ചെയ്യും. ഇവിടെ നോക്കടാ, നമ്മൾ സാധാരണ എങ്ങനെയാണ് ബാലൻസ്? ഇനി എന്ത് ചെയ്യും? ഇത് അടുത്ത വർഷത്തേക്ക് വീണ്ടും ബ്രോഡ് ഡൗൺ ചെയ്യും. ഓക്കെ, എന്നിട്ട് പിന്നെ അടുത്ത വർഷം എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഏത് മെത്തേഡ്? ഫിക്സ്ഡ് മെത്തേഡ്. ഇവിടെ 2 അക്കൗണ്ട് ഉണ്ടാവും. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ പെർമനന്റ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം അവിടെ ചേഞ്ച് ചെയ്യും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എവിടെയാണ് ചെയ്യും? കറണ്ട് അക്കൗണ്ടിൽ ചെയ്യും. ഇതാണ് ഫിക്സ്ഡ് മെത്തേഡ്. ഇനി അടുത്തതാണ് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ഒന്നുമില്ല, ഒന്നുകൂടെ എളുപ്പമാണ് ഫ്ലക്ച്വേറ്റിംഗ്. സോ നോക്കണം, ഇവിടെ ബിസിനസ് തുടക്കത്തിൽ അവരുടെ ക്യാപിറ്റൽ എത്രയാണ്? ബാലൻസ് ബ്രോഡ് ഓൺ. അതായത് ബിസിനസിന്റെ തുടക്കത്തിൽ അവരുടെ ബാലൻസ് പറയാം 40,000 റോഹനും മോണിക്കക്ക് 30,000. ഇനി ഓരോ ട്രാൻസാക്ഷനും കൊണ്ടുവരും. അപ്പൊ അങ്ങനത്തൊക്കെ നമ്മൾ ആൾറെഡി ഒരു തവണ എഴുതി. അപ്പൊ ആദ്യത്തെ മെത്തേഡ് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടെ മായ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ബാലൻസ് 30 ഇതാണ് ഓപ്പണിംഗ് ബാലൻസ്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഞാനിവിടെ ബ്രോഡ് ഡൗണിന് ഏത് സൈഡിൽ എഴുതിയേ? ക്രെഡിറ്റ് സൈഡിൽ എഴുതി. കാരണം എപ്പോഴും ക്യാപിറ്റൽ എപ്പോഴും എന്ത് ബാലൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്രെഡിറ്റ് ബാലൻസ് മാത്രമേ. ഇനി ബാക്കിയുള്ള ഓരോന്നും റെക്കോർഡ് ചെയ്യാം. ഇവിടെ ആവുമ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആവുമ്പോൾ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ആ ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെ ചെയ്യും. ഡ്രോയിങ്സ് എത്ര? 3000 2000. അപ്പോൾ അത് ഏത് സൈഡിൽ ചെയ്യണം? ജസ്റ്റ് ഒന്നുമില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ ക്യാപിറ്റൽ തന്നെ ഡ്രോയിങ്സ് വന്നിട്ട് 3000 2000 എഴുതും. പിന്നെയോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 2000 1500, അതും അതിൻ്റെ താഴെ തന്നെ എഴുതും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അല്ല, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ല ഉള്ളത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ക്യാപിറ്റൽ കൂടെ ചെയ്യുക, അപ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപിറ്റൽ കൂടെ ക്രെഡിറ്റ് ചെയ്യണം. അടുത്തത് നോക്കണം, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്ര? 300 150. അതെന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം, കാരണം ക്യാപിറ്റൽ കുറയാം. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഷെയർ പ്രോഫിറ്റ് 5000 4000. ഇവിടെ 5000 4000. ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ബാലൻസ് ചെയ്യുക. ക്രെഡിറ്റ് സൈഡ് കൂട്ടുക, ഡെബിറ്റ് സൈഡ് കൂട്ടുക. എവിടെയാണ് കൂടുതൽ നോക്കുക? ഇവിടെ കൂടുതൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡാണ് ഇവിടെ കൂടുതൽ. അതായത് കമ്പനിക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവ്. എന്നിട്ട് അത് ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ എത്ര കിട്ടി? ഈ ബാലൻസിങ് എമൗണ്ട് ആണ് അവിടെ കണ്ടത്. ബാലൻസ് ക്യാരി ഡൗൺ. ഞാനുണ്ട് ഇവിടെ കള്ളിട്ടാണ്. റോഹൻ ഇപ്പൊ എത്ര ഉണ്ട്? 43,650. മോണിക്കൊക്കെ എത്ര ഉണ്ട്? 33,300. സോ നോക്കിക്കോ, ഇവരുണ്ടോ? റോഹന് തുടക്കത്തിൽ 40,000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് എത്രയായി? 43,000 ആയി. മോണിക്കക്ക് 33 ഉണ്ടായിരുന്നുള്ളൂ. അല്ല 30 ഉണ്ടായിരുന്നുള്ളൂ. 33,320 ആയി. ഇനി ഇത് അടുത്ത വർഷത്തിലോട്ട് എന്ത് ചെയ്യും? ക്യാരി ഡൗൺ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ഏതില് നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മുടെ പാർട്ട്ണർഷിപ്പിൽ. പാർട്ട്ണർഷിപ്പ് 2 രൂപത്തിൽ നമ്മൾ ചെയ്യും പറഞ്ഞു. ഒന്ന് ഫിക്സ്ഡ് മെത്തേഡ്, 2 ഫ്ലക്ച്വേറ്റ്. ഫിക്സ്ഡ് ആണെങ്കിൽ 2 ഉണ്ട്. ഇനി അത് നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയുന്നത് നമ്പർ ഓഫ് അക്കൗണ്ട്സ്. ഒന്നിൽ 2 അക്കൗണ്ട്സ് ഉണ്ട് അല്ലേ? ഫിക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ കറണ്ട് അക്കൗണ്ട്. മറ്റേതിൽ ഒറ്റ അക്കൗണ്ട് മാത്രം. പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്താ? അവിടെ കറണ്ട് അക്കൗണ്ടിൽ മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ. ഫിക്സ്ഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ളൂ. മറ്റേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. മറ്റേതിൽ നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യും.
പിന്നെ ഫിക്സഡ് ബാലൻസ്, ഇവിടെ ഫിക്സഡ് ബാലൻസ് അൺചേഞ്ച്ഡ് ആയിട്ട് എവിടെ നിൽക്കുക, ക്യാപിറ്റൽ കറണ്ട് അക്കൗണ്ടിൽ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ എപ്പോഴും എന്തായിരിക്കും, ബാലൻസ് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. പിന്നെ ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾവേസ് ഷോ ക്രെഡിറ്റ് ബാലൻസ്, ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇത് ക്യാപിറ്റൽ എമൗണ്ട് ക്യാൻ ഷോ, ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡെബിറ്റ് ബാലൻസ് കാണാൻ ചാൻസ്. ഇനി അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് എങ്ങനെയാണെന്നത് ഈ ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോവാം. ഞാൻ പറഞ്ഞില്ല ഇത് നമ്മുടെ TMA സെക്ഷൻ ആണ്, സോ അതിന്റെ ഇമ്പോർട്ടൻസ് അത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റലിന് മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുക. നമ്മൾ പറഞ്ഞില്ല ബിസിനസ് എന്ന് പറയുന്നത് അതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് രണ്ടാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പുറത്തത്തെ ഒരാൾക്ക് ആരും ഇൻട്രസ്റ്റ് കൊടുക്കണം, കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കണം. അതിപ്പോൾ ഓണർ ആണെങ്കിൽ പുറത്തത്തെ ആളെ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചോളം ഒരു എക്സ്പെൻസും, ക്യാപിറ്റലിനെ സംബന്ധിച്ചോളം ക്യാപിറ്റൽ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി ഇങ്ങനെ വരുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ക്യാപിറ്റൽ ഇങ്ങനെ വരാം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ എൻട്രി. അതിൻ്റെ എൻട്രി തവണ ഇൻട്രസ്റ്റ് ഓൺ പാർട്ണർഷിപ്പ്, ഇവിടെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് പാർട്ണറാച്ചാൽ ആകും. ഓക്കെ, ഇല്ലുസ്ട്രേഷൻ 2 ഒന്ന് ജസ്റ്റ് വായിച്ചു. ഷിപ്ല ആൻഡ് സഞ്ജു ആർ പാർട്ണേഴ്സ് വിത്ത് ക്യാപിറ്റൽ 1 lakh ആൻഡ് 1,60,000. എന്താ പറയുക, ശില്പയും സഞ്ജുവും പാർട്ട്നേഴ്സ് ആണ്. ഒരാളുടെ ക്യാപിറ്റൽ 1 ലക്ഷം, മറ്റാളുടെ ക്യാപിറ്റൽ 1,60,000. ഓൺ ജനുവരി 1 2013 ശില്പ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് 30,000. ശില്പ എന്ത് ചെയ്തു, 30,000 രൂപയുടെ കൂടുതൽ കൊടുത്തു എന്ന് ജൂലൈ 2013. ആൻഡ് അനദർ 20,000 ഓൺ 31st 2013 കൊണ്ടുവന്നു. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ഫോർ ദ ഇയർ ആൻഡ് ദ ഇൻട്രസ്റ്റ് റേറ്റ് 9. അപ്പം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് കാണാന്നുള്ളതാണ്. അപ്പോൾ നോക്കിക്കോ, ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ശില്പ കാണാം. ശില്പയുടെ ഇൻട്രസ്റ്റ് എങ്ങനെ, ശില്പ 1 ലക്ഷം അല്ലേ, ശില്പയാണ് എന്ത് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം ശില്പ 1 ലക്ഷം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ 1 ലക്ഷം ക്യാപിറ്റൽ ത്രൂ ഔട്ട് ദ ഇയർ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണ് ഇൻട്രസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഓരോരുത്തർ ഡിഫറെൻറ്റ് ക്യാപിറ്റൽ ആകുമ്പോഴാണ് ഈ ഒരു സിറ്റുവേഷൻ വരുന്നത്. കാരണം ഇൻട്രസ്റ്റ് കൊടുത്താൽ അത് ശരിയാവും. സോ 1 ലക്ഷം വെച്ചിട്ട് 9%, അതാണ് 9/100. ഈ 1 ലക്ഷം 12 മാസം ഉപയോഗിക്കുന്നുണ്ട്. സോ 12/10 എത്ര കിട്ടി, 9,000. അപ്പോൾ 1 ലക്ഷം ഈ ഒരു വർഷം ഉപയോഗിച്ചുകൊണ്ട് 9,000. പിന്നെ ഒരു ജൂലൈക്ക് എന്ത് ചെയ്തു, ഒരു 30,000 കൊടുത്തിരുന്നു. ആ 30,000 ഒരു കൊല്ലം ഉപയോഗിക്കാൻ പറ്റുമോ, ഇല്ല, പക്ഷെ അത് 6 മാസം ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ കാണണം. 30,000 ഇൻറ്റു 9/100, 9/100 ആണ് 9% ഇൻറ്റു 6/12, അതായത് 12 മാസത്തിൽ 6 മാസം ഉപയോഗിക്കും. അപ്പോൾ അയാളുടെ ഇൻട്രസ്റ്റ് എത്ര, 1,300. പിന്നെ 20,000 വെച്ചിട്ട് 2 മാസം മാത്രമേ ഉപയോഗിക്കൂ, ഒക്ടോബറും ഡിസംബറും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ 20,000 ഇൻറ്റു 9/100 9%, പിന്നെ 2,300 എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 10,650 രൂപ ശില്പയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രമേ കമ്പനിക്ക് കൊടുക്കാം. ഇനി ഇതാണ് ഒരു മെത്തേഡ്. വേണമെങ്കിൽ ഇതിനെ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് 1 lakh എത്ര മാസം ഉപയോഗിച്ചു, അത് ഇങ്ങനെ ഒരു പെട്ടി വരയ്ക്കാം. എമൗണ്ട്, മന്ത്സ്, പ്രൊഡക്റ്റ്. ഒരു 1 lakh എത്ര, ഇവിടെ വിഡ്രോ ചെയ്യുന്നില്ലല്ലോ, ഒന്നും ഡ്രോയിങ്സ് ആയിട്ട് കൊണ്ടുപോയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഒക്കെ 12 മാസം, അപ്പോൾ 12 ലക്ഷം. 30,000 എത്ര മാസം ഉപയോഗിച്ചു, 6, 1,60,000. പിന്നെ 20,000 2 മാസം ഉപയോഗിച്ചു, 40,000. എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 4,20,000. അതായത് ഓരോ വർഷം ഓരോ എമൗണ്ടും എത്ര മാസം ഉപയോഗിക്കുന്നു, 1 ലക്ഷം ഇവിടെ 12 മാസം ഉപയോഗിക്കുന്നുണ്ട്. കാരണം ബിസിനസിന്റെ തുടക്കം മുതൽ അവസാനം വരെ എമൗണ്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ 30,000 6 മാസം ഉപയോഗിക്കുന്നുണ്ട്, 20,000 2 മാസം, അങ്ങനെ 4,00,000 രൂപ. എന്നിട്ട് അതിൻ്റെ 9% കണ്ടാൽ മതി, ഒറ്റയടിക്ക് 16,650. അപ്പം ഈ മെത്തേഡ് വഴി ചെയ്താലും നമുക്ക് കിട്ടുന്നത് വാല്യൂ എത്രയായിരിക്കും, സെയിം ആയിരിക്കും. ഇതിനെയാണ് പ്രൊഡക്റ്റ് മെത്തേഡ്. ഐ തിങ്ക് പ്രൊഡക്റ്റ് മെത്തേഡ് ഈസ് ബെറ്റർ ദാൻ മെത്തേഡ്. പ്രൊഡക്റ്റ് മെത്തേഡിൽ എങ്ങനെ ഓരോ ക്യാപിറ്റൽ എടുക്കുക. അപ്പോൾ ശില്പയുടെ തന്നെ, ശില്പ അങ്ങനെ ഇടക്കിടക്ക് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ തുടക്കത്തിൽ 1 ലക്ഷം 12 മാസം ഉപയോഗിച്ചു, ബാക്കിയുള്ളൊക്കെ എത്ര മാസമാണ് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ 9% കണ്ടാൽ മതി. ഓക്കെ, എന്നിട്ട് ഇൻറ്റു 1/12 ചെയ്യും.
അല്ലെങ്കിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇൻട്രസ്റ്റ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സഞ്ജുവിന് ചെയ്യണം. സഞ്ജു ഒന്നും ചെയ്യുന്നില്ല. തുടക്കത്തിൽ 1,60,000 ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ദ ഇയർ എത്ര കൊണ്ടുവരുന്നത്? 1,60,000. അപ്പോൾ ആ 1,60,000 ഇൻറ്റു 9%, 9/100 ഇൻറ്റു 12/12, അത് 12 മാസം ഉപയോഗിക്കുന്നുണ്ട്. എത്ര വരുന്നുണ്ട്? 14,400 രൂപ. പ്രൊഡക്റ്റ് മെത്തേഡ് ആണെങ്കിൽ എന്ത് വരും? 1,60,000 ഇൻറ്റു 12, 19,20,000. എന്നിട്ട് അതിൻ്റെ 9% ഡിവൈഡഡ് ബൈ 12. അപ്പോഴും എത്ര കിട്ടും? 14,000. ഈ രണ്ട് മെത്തേഡ് ചെയ്യുമ്പോഴും ഒരേ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് എടുക്കുന്നത്. ആ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി എഴുതിയിട്ട് ആ ഇൻട്രസ്റ്റ് എമൗണ്ട് അവരുടെ ക്യാപിറ്റലോട് കൊണ്ട് മാറി. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പിന്നെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകമാണ്, വരുമാനമാണ്. പക്ഷേ ഓണറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചെലവുമായിരിക്കും. അതിൻ്റെ എൻട്രി ഇങ്ങനെ വരിക: പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, കാരണം ക്യാപിറ്റലിനെ പുറത്ത്, ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് അക്കൗണ്ട് എന്ന് പറയുന്നത് കമ്പനിക്ക് ഞാൻ പറഞ്ഞില്ല എന്താണ് ഇൻകം, അതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കുറേയാണ് ചെയ്യുക, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരമുണ്ട്. ഒന്ന് സിമ്പിൾ ആവറേജ് മെത്തേഡ്, പ്രൊഡക്റ്റ് മെത്തേഡ്. നേരത്തെ ചെയ്ത അതേപോലെ. സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്താ? വിഡ്രോ എവറി മന്ത്, ഹാഫ് ഇയർലി, ആനുവലി, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് പീരീഡ് എമൗണ്ട് യൂസ്ഫുൾ. നേരത്തെ കണ്ട പോലെ തന്നെ ഓരോന്നിൻ്റെ പെർസെൻറ്റേജ് കടന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യും. അതിനാണ് എന്ത് പറയുക? സിമ്പിൾ ആവറേജ്. അതുപോലെ തന്നെ ഫിക്സ് എന്ന വിഡ്രോ ആണ് ഈക്വൽ ടൈം ഇൻട്രവൽസ്. ഒരു ഈക്വൽ വെൻ ഫിക്സ്ഡ് എമൗണ്ട് ആർ വിഡ്രോൺ അറ്റ് ഈക്വൽ ഇൻട്രവൽസ്. ഈക്വൽ ഇൻട്രവൽസിന് ഓരോ എമൗണ്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ആണ് മനുഷ്യ വിഡ്രോ 1,000 പെർ മന്ത് ഫ്രം ദ ഫേം ഹെർ പേഴ്സണൽ യൂസ് ഡ്യൂറിംഗ് ദ ഇയർ 31 ഡിസംബർ 2000. മനുഷ്യ എന്ന് പറഞ്ഞ ആൾ ഓരോ മാസം ചെയ്യും 6 വെച്ചിട്ട് വിഡ്രോ ചെയ്യും. ഓക്കെ, ചാർജ് ചെയ്യുന്നത്, ഫേം ചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഡ്രോയിങ്സിന് മുകളിൽ 12% പെർ ആണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും ഇവര് ഇൻട്രസ്റ്റ്? അപ്പൊ നോക്കണം, ആദ്യം ജനുവരിയിൽ ഒരു 1000 രൂപ പഠിക്കും അല്ലേ? ആ 1000 എത്ര മാസം ഉപയോഗിച്ചിട്ടുണ്ടാവും? 12 മാസം ഉപയോഗിക്കുന്നുണ്ട്. ജനുവരി ടു ഡിസംബർ വരെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ 12 മാസം. അതാണ് ജനുവരി മേടിച്ചത്. പീരിയഡ് ഇൻ മന്ത്, എത്ര മാസം ഉപയോഗിക്കുക? 12 മാസം. അത് വിഡ്രോ ചെയ്തല്ല, ബിസിനസിന്റെ ക്യാപിറ്റലാണ് കൊണ്ടുപോയത്, അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ ഫെബ്രുവരിയിൽ 1000 വയ്ക്കും, അത് എത്ര? 11. പിന്നെ മാർച്ചിത്തെ 1000, 10, മെയ്ത്തെ 1000, അങ്ങനെ എല്ലാത്തിനും 1000 ഒക്കെ എന്ത് ചെയ്തു? ഇത് എത്രയാണെന്നുള്ളത് എന്ത് ചെയ്തു? അതായത് ടോട്ടൽ 70 മാസം. ഓക്കെ, അതായത് അങ്ങനെ ഈ 78 മാസമാണ് ഇങ്ങനെ RFS യൂസ് ചെയ്തിട്ട് 12,000 രൂപ. ഇനി ഇതെങ്ങനെയാണ് ആവറേജ് കാണുന്നത് നോക്കിക്കോ. ഇവിടെ ടോട്ടൽ മന്ത്സ് ഡിവൈഡഡ് ബൈ 12, അതായത് ടോട്ടൽ മന്ത്സ് ഇവിടെ 78 ഡിവൈഡഡ് ബൈ 12, അതായത് 6 ഹാഫ് മന്ത്സ് വരും. ഓക്കെ, അല്ലെങ്കിൽ 6 ഹാഫ് എന്ത്. എന്നിട്ട് നോക്കാം, മാക്സിമം ഡ്രോയിങ് പീരീഡ് പ്ലസ് മിനിമം ഡ്രോയിങ് പീരീഡ് ഡിവൈഡഡ് ബൈ 2, അതായത് 12 ആണ് മാക്സിമം ഡ്രോയിങ് പീരീഡ്. അതായത് ജനുവരിയിൽ വലിച്ചത് പിന്നെ ഡിസംബറിൽ വലിച്ചത്. അപ്പോൾ 12 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഹാഫ്. ഇനി എങ്ങനെ ഇൻട്രസ്റ്റ് കാണാം? 12,000 ആണ് ഇവർ ആകെ വലിച്ചത് ആ വർഷത്തിൽ ഡ്രോയിങ് ചെയ്തത്. അതിൽ 12% ആണ് ഇൻട്രസ്റ്റ് ആണ് കാണിക്കുന്നത്. പിന്നെ 6/12. ഈ 6/12 എങ്ങനെ വന്നത്? ഓക്കെ, ഈ 6/12 ആണ് നമ്മളിവിടെ എന്ത് ആവറേജ് പീരിയഡ് കണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആക്ച്വലി കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. സോ നോക്കിക്കോ, ഇവിടെ ശരിക്കും ഈ 6/12 അല്ല വേണ്ടത്. ഇവിടെ അതിന് പകരം വേണ്ടത് ഈ 6.5 ആണ്. 6.5 ഇത് പറഞ്ഞാൽ എന്താ? 6.5 എന്ന് പറഞ്ഞാൽ അതേ 6 × 12 എത്ര വരും? 6 × 12 12 പ്ലസ് 1 13/2. ഇത് വേണ്ട. ഓക്കെ, പകരം 13/2 ഡിവൈഡഡ് ബൈ 1/12.
ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ 780 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതൊരു മെത്തേഡാണ്. ഞാൻ പറഞ്ഞു ഇത് എക്സാമിന് ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല. സോ നിങ്ങൾ കേട്ടിരുന്നു. അതുപോലെ തന്നെ മണി ഗ്രാൻഡ് എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 31 ജനുവരിക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 11 മാസം അവർക്ക് ആ ഇയർ എൻഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ അത് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇതും അതുപോലെ തന്നെ കാൽക്കുലേഷൻ വരും. ഓക്കെ. ഓക്കെ. ഇത് എക്സാമിനുള്ള പോർഷൻ അല്ല, മുമ്പ് ഓർമ്മിപ്പിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞു തരും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് ഡ്രോയിങ്സും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ പിന്നെ നമുക്ക് അടുത്തുള്ളൊരു പോർഷൻ ആണെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മെത്തേഡിലും നമുക്ക് വിഡ്രോൺ എങ്ങനെയാണ് നമുക്കതിൻ്റെ ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് മീനിങ് ആൻഡ് പ്രിപ്പറേഷൻ. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു അക്കൗണ്ടാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോക്കിക്കോ, ഫോർ ട്രാൻസ്ഫറിങ് ഓഫ് ദ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇല്ല, പ്രോഫിറ്റ് അൾട്ടിമേറ്റ് ആർക്കാണ് കിട്ടേണ്ടത്? പാർട്ട്നേഴ്സിന് കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത് എന്താ എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അങ്ങനെയാണ് എന്ത്? പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് എൻട്രി, അതായത് പ്രോഫിറ്റ് നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താ പറയുക അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലോട്ട് എന്തിനാ കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ അവിടെ നിന്നാണ് നമുക്ക് പാർട്ട്നേഴ്സിന് നമ്മൾ ആ എമൗണ്ട്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ എൻട്രി പാസ് ചെയ്യുന്നത്. എന്നിട്ട് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ ലെഡ്ജറിനാണ് എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഒക്കെ ഷെയർ ചെയ്യും. ഈ സപ്പോസ് നെറ്റ് ലോസ് ആണെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ലോസ് ട്രാൻസ്ഫർ ചെയ്യാനാണ്. ലോസ് ആണെങ്കിലും അതും നമ്മൾ ഏതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം? ക്യാപിറ്റലിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഫോർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതിൻ്റെ എൻട്രി ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നിട്ട് ആൾറെഡി നമ്മൾ പറഞ്ഞതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, അതായത് അതൊക്കെ ക്യാപിറ്റൽ പ്രോഫിറ്റ് അതിൽ നിന്നാണ് വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്രോഷൻ ചെയ്യുന്നത്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ പറയുക, കറണ്ട് അക്കൗണ്ട് നമ്മൾ പഠിച്ചത് അതേപോലെ ഒരു അക്കൗണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സോ പാർട്ട്നേഴ്സ് സാലറി ആണെങ്കിലും അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടാണ്. ഇത് സാലറി അക്കൗണ്ട്. പിന്നെ പാർട്ട്നേഴ്സ് കമ്മീഷൻ ഉണ്ടെങ്കിൽ കമ്മീഷൻ ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ് ഇത്. നോക്കിക്കോ, ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? സിമിലർലി എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ ഫോം. ശരിക്കും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ലേ, അതിന്റെ ഒരു ബാക്കി തന്നെയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ പാർട്ട്നേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അതിന്റെ ഒരു ഫോർമാറ്റ് നോക്കി, ഫോർ ദ ഇയർ എൻഡഡ് എന്ന ഏതാണ് കമ്പനീസ് ഫോർ ഇയർ എൻഡ് ഡിസംബർ 2015 ആണെങ്കിൽ 2015 ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ നമ്മൾ നോക്കണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇത്ര പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ ഇഫ് ദ ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരിക, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പാർട്ട്നേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയില്ല ക്യാപിറ്റൽ സാലറി കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കും. അതായത് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്, അതായത് കാരണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോച്ച്മെന്റ് അക്കൗണ്ട്. അപ്പൊ അത് പാർട്ട്നേഴ്സിനുള്ള ഇൻകംസ് ആണെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് സൈഡിലും, പാർട്ട്നേഴ്സിനുള്ള ചെലവുകളാണെന്നുണ്ടെങ്കിൽ സപ്പോസ് പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, അതൊക്കെ എന്താ കമ്പനിയെ സംബന്ധിച്ചോളം ചെലവുകളാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് സൈഡിലും, ബാക്കി വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് സൈഡിലും. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അതെന്താ? കമ്പനിയെ സംബന്ധിച്ചുള്ള എന്താ ഇൻകം, അതുകൊണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് സൈഡിലുള്ളത്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇതൊക്കെ എന്താ പറയാ, അപ്പൊ ലോസസ് ഗെയിൻ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ നമ്മൾ എക്സ്പെൻസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് അവിടുത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഗ്യാരണ്ടി ഓൺ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്കഷൻ ഉണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കുറെ ഇല്ലുസ്ട്രേഷൻസ് ആക്ച്വലി ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
നമ്മളത് ഡിസ്കസ് ചെയ്ത ലെങ്ത് വെറുതെ നമ്മൾ ഡിസ്കഷൻ ആവും. എക്സാമിന് നമുക്ക് അതിൽ ബെനിഫിറ്റ് ഒന്നുമില്ല. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ ആണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ. എങ്ങനെയാണ് ഒരു പാർട്ണർഷിപ്പിലോട്ട് ഒരു പാർട്ണറെ കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ അടുത്ത ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതായിരുന്നു ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് TMA പോർഷൻ ആണ്, TMA പോർഷൻ ആണ്, TMA. അതുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് നോക്കേണ്ട ആവശ്യമില്ല. ഇനി വരുന്ന 3 യൂണിറ്റ്സ് എന്ത് ചെയ്യും, കാരണം ഇറ്റ് ഈസ് ദ ഇത് കറങ്ങിയുള്ളത് വെറും ചെറിയ ഇതുമാണ്, അത്ര വലിയൊരു ഡിഫിക്കൽട്ടി യൂണിറ്റ്സ് ഒന്നുമില്ല, സിമ്പിളാണ്. അതിൻ്റെ സിമ്പിളായിട്ടുള്ള പോർഷൻ നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ആയിട്ടില്ല. ശരിക്കും ചാപ്റ്റർ 1 വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പെട്ടായിരുന്നു, കാരണം എന്താ വെച്ചാൽ കുറേ കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തു. സോ ബാക്കിയുള്ള 3 യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ ഓഫ് എ പാർട്ണർ നമുക്ക് എടുക്കും. ഓക്കെ.